സാനു മാസ്റ്റർ സാംസ്കാരിക കേരളത്തിൻ്റെ പ്രകാശഗോപുരങ്ങളിലൊന്നായി. ഒരു ജ്ഞാനസാഗരം എന്ന് വേണേൽ സാനു മാസ്റ്ററെക്കുറിച്ച് വിശേഷിപ്പിക്കാം. ഞങ്ങൾക്ക് കോട്ടയത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലഘട്ടത്തിലും സാനു മാസ്റ്റർ എപ്പോഴും അന്വേഷണങ്ങളും ശ്രദ്ധയും ആ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലായ്പ്പോഴും ഇടപെടുകയും ചെയ്യുമ്പോഴെല്ലാം അടുത്ത് സൗഹൃദം പുലർത്താനും സാനു മാസ്റ്ററുമായി ആശയവിനിമയം നടത്താനുമെല്ലാം അവസരം ലഭിച്ചു. നവലോകം സാംസ്കാരിക കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിലെല്ലായ്പ്പോഴും എനിക്ക് വേണ്ട സ്നേഹോപദേശങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം സാറ് തന്നിരുന്നു. സാറിൻ്റെ കൃതികളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് എഴുതിയിട്ടുള്ള നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം വളരെ മനോഹരമായ ഒരു വിശകലനവും പഠനവുമാണ്. ബഷീറിനെ കുറിച്ചുള്ള, അതേപോലെ PK ബാലകൃഷ്ണൻ ഉറങ്ങാത്ത മനീഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം, CJ തോമസിനെ കുറിച്ച് വജ്രസൂചി എന്ന് പറയുന്ന ഒരു പ്രയോഗം, ശ്രീനാരായണ ഗുരുസ്വാമികളെക്കുറിച്ച്, സഹോദരൻ അയ്യപ്പനെക്കുറിച്ച്, കേശവദേവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നിടത്ത് ഓടയിൽ നിന്ന് മനുഷ്യനെ കണ്ടെത്തിയ ദേവൻ എന്ന രൂപത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ സാഹിത്യ ലോകത്ത്, പ്രത്യേകിച്ചും വിമർശന സാഹിത്യത്തിൻ്റെ രംഗത്ത് ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ രൂപത്തിലുള്ള പഠനങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. കുട്ടിക്കൃഷ്ണമാരാരെക്കുറിച്ചുള്ള വിമർശന പഠനം, ഇങ്ങനെ സാഹിത്യ ലോകത്ത് എല്ലാ നിലയിലും സാനു മാസ്റ്റർ നടത്തിയുള്ള പഠനങ്ങളും വിശകലനങ്ങളും അതോടൊപ്പം തന്നെ സാറിൻ്റെ വീക്ഷണങ്ങളും നമുക്കൊരു പക്ഷേ തേനീച്ച കൂടുകൂട്ടി സംഭരിക്കുന്ന തേൻ പോലെ പലതിൽ നിന്ന് പെറുക്കിയെടുത്ത് നമുക്ക് എത്രയോ വലിയ രൂപത്തിലുള്ള ആശയപ്രപഞ്ചം തീർക്കുന്ന തരത്തിലേക്കായിരുന്നു സാറിൻ്റെ തൂലികൾ മുന്നോട്ട് വന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും നമ്മളത് ഏറെ ആസ്വാദ്യകരമായ ഒരു കാര്യമായിരുന്നു. സാറിൻ്റെ വേർപാട് സാംസ്കാരിക കേരളത്തിന് അപരിഹാര്യമായ ഒരു നഷ്ടമാണ്